ഫ്രണ്ട്സ്, നമുക്ക് 10 പോയിന്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇതൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടാവുമ്പോൾ സ്ട്രോക്ക് വന്നിട്ടുണ്ട്, വരുന്നുണ്ട്, വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഒക്കെ കാണാം. ഇത് ഫസ്റ്റ് പോയിന്റ്, വൺ ഐ ബ്ലൈൻഡ്നെസ് മീൻസ് ഞങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ പെട്ടെന്നൊരു ബ്ലാക്ക്നെസ് ആയിക്കഴിഞ്ഞാൽ, ഒരു ഡാർക്ക്നെസ് ആയിക്കഴിഞ്ഞാൽ ഒരു സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത്തെ, സഡൻ വൺ സൈഡഡ് ഫേസ് ഡ്രൂപ്പ്, ഒരു സൈഡിലെ ഫേസിന് ഡ്രോപ്പ് ആയാൽ എങ്ങനെ നമുക്ക് മനസ്സിലാവും സ്ട്രോക്ക് ആവാം. മൂന്നാമത്തെ, ആം ഡ്രിഫ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. കൈ നമുക്ക് എങ്ങനെ ചെയ്താൽ, സപ്പോസ് നമുക്ക് 10 സെക്കൻഡ് വരെ നോക്കാം. അഥവാ സ്ട്രോക്ക് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ കൈ ഇങ്ങനെ പെട്ടെന്ന് താഴെയായി പോകും. കൈ താഴെ ഇങ്ങനെ വീണുമ്പോൾ 10 സെക്കൻഡിനുള്ളിൽ അപ്പോൾ ദാറ്റ് മീൻസ് സ്ട്രോക്ക് വരുന്നുണ്ട് ഒരു സൈഡിലേക്ക്. പിന്നെയാണ് സ്ലേർഡ് സ്പീച്ച്, സംസാരിക്കുമ്പോൾ തന്നെ സൗണ്ട് ക്ലിയർ ആയില്ലെങ്കിൽ അതൊരു പോയിന്റ് ആണ്. പിന്നെ വേഴ്സ്റ്റ് ഹെഡേക്ക് ഓഫ് ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു തലവേദന വന്നിട്ടുണ്ടാവില്ല, ഷൂട്ടിംഗ് തലവേദന ഉണ്ടാവും, അതേ കൂടി സ്ട്രോക്കിന്റെ ഒരു ലക്ഷണമായിട്ട് കാണാം. പിന്നെ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ദ സ്പീച്ച്, അവർ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു സ്പീച്ച് മനസ്സിലാവില്ല, ക്ലിയർ ആവില്ല. ഞങ്ങൾ എന്താ പറയുന്നത് അവിടെ കൂടി പേഷ്യൻ്റ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സഡൻ ലോസ് ഓഫ് ബാലൻസ്, നമുക്ക് ഈ ബാലൻസ് ശരീരത്തിന് പോകും, പെട്ടെന്ന് തലച്ചുറ്റും ഉണ്ടാവും, നമുക്ക് നിൽക്കാനാവില്ല. കൂടാതെ ഡബിൾ വിഷൻ, എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ നമുക്ക് ഡബിൾ ആയിട്ട് കാണും. അതൊക്കെ ആവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നംബ്നെസ് ആൻഡ് ടിംഗ്ലിംഗ് ഓഫ് വൺ സൈഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ വെച്ചാൽ ഒരു സൈഡിൽ നമുക്ക് തെരുപ്പ് പോലെ ഒരു ശക്തി കുറഞ്ഞ പോലെ നമുക്ക് തോന്നുമ്പോൾ ദാറ്റ് മീൻസ് സ്ട്രോക്ക് ഒന്ന് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതിനെ കാണുന്നത് എന്താ വെച്ചാൽ വെർട്ടിഗോ മീൻസ് എപ്പോഴും നമ്മൾ തലച്ചുറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഈ തലച്ചുറ്റ് ബാലൻസിന്റെ കുഴപ്പമായിരിക്കും, ഈ BP-ന്റെ കുഴപ്പമായിരിക്കും ഒക്കെ വിചാരിക്കും. പക്ഷെ ബാലൻസിന്റെ കൂടെ അഥവാ സംസാരിക്കുമ്പോൾ ബുദ്ധിമുട്ടായാൽ, കൈക്ക് ഒരു ശക്തി കുറഞ്ഞാൽ, ഇനി ഫേസിന് ഇങ്ങനെ ഡ്രൂപ്പിംഗ് ആയാൽ, അങ്ങനത്തെ ഈ പറഞ്ഞ സംഗതികൾ അഥവാ തലച്ചുറ്റിന് കൂടെ ആയാൽ അപ്പം നമുക്ക് മനസ്സിലാക്കണം ഇത് സ്ട്രോക്ക് വരാനുള്ള സാധ്യത ഉണ്ട്, സ്ട്രോക്ക് വരുന്നുണ്ട്. സോ ആ ടൈമിൽ പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം, ഹോസ്പിറ്റലിലേക്ക് പോകണം. അർലി ചികിത്സ 4 to 6 hours ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ എടുത്താൽ നമുക്ക് വേഗം രക്ഷിക്കാൻ പറ്റും. ടേക്ക് കെയർ. താങ്ക് യു.